ഗൈസ് നിങ്ങൾ ഇത് കാണുക. ദൈവന്മാരാണ് ബത്തേരിയിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ബജറംഗ് ദൾ ഗുണ്ടകൾ. കുറച്ച് അവന്മാരുണ്ട് കുന്തളിപ്പുമായിട്ട് ഇറങ്ങിയേക്കുന്നത്. ഇവന്മാരിങ്ങനെ കൂട്ടം കൂടി ഇതുപോലെ നാട്ടുകാരെ പേടിപ്പിക്കലോ ഓരോരുത്തരെ പേടിപ്പിക്കലാണ്. ഇതുപോലെ ഇവന്മാർക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞിട്ട് കൂട്ടം കൂടി തല്ലാമെന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. ആശയത്തെ ആശയപരമായിട്ടൊന്ന് നേരിടാനുള്ള ത്രാണിയൊന്നും ഈ നാറുകൾക്കില്ല. ഇവന്മാരുണ്ടല്ലോ, ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ് കുറേ ആൾക്കാരായിട്ട് കൂട്ടം കൂടുമ്പോൾ നല്ലോണം പൊങ്ങും അവന്മാർക്ക്. അപ്പോൾ അവന്മാർ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, കൂട്ടം കൂടി തല്ലാൻ വരിക. ഇതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടി. ഇവന്മാർ തന്നെയാണ് ആ പാസ്റ്ററിനെ പിടിച്ചെടുത്ത് തല്ലും കാലുവെട്ടും കൈവെട്ടും എന്ന് പറഞ്ഞത്. കൂട്ടം കൂടണ ഇവന്മാരൊക്കെ പൊങ്ങണമെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ പുറകിൽ ഒരുപാട് ആൾക്കാർ ഇവന്മാർക്ക് ആശയദാരിദ്ര്യം മൂത്തിട്ട് നമ്മുടെ സ്ഥാപനത്തിലോട്ട് അരച്ചു കയറി വന്നതാണ്. സ്ഥാപനം പൂട്ടിക്കാനായിട്ട് ഇവന്മാരെ ഒറ്റക്കൊറ്റക്ക് ഞാൻ വിളിച്ചു. അവന്മാരെ അടുത്ത് വരാമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇവന്മാര് തയ്യാറാവണം. എൻ്റെ സ്ഥാപനത്തിലോട്ട് അരച്ചു കയറി വന്നാണ്. 5-6 പിള്ളേര് പെണ്ണുങ്ങളുള്ള സ്ഥാപനമാണ്. ഞാൻ പറഞ്ഞു നിങ്ങളത് ചെയ്യരുതെന്ന്. എന്നിട്ടും ഒരു വകതിരിവില്ലാണ്ട് ഇന്ന് ആറുകളെ പട്ടി ഷോ കാണിക്കാൻ വന്ന് കയറിയതാണ് എൻ്റെ സ്ഥാപനത്തിലോട്ട്. ഇതുപോലെയാണ് ഇവന്മാർ ഓരോരുത്തരെ നേരിടുന്നത്. ഇതുപോലെ ഒരുപാട് കേസായിട്ടുണ്ട് ഇവന്മാർക്ക് ഇപ്പൊ. ഇതാണല്ലോ നിങ്ങൾ വെച്ച് ത്രെട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. സ്ഥാപനം എന്തിനാണ് നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിലോട്ട് വന്നത്? ഞാൻ പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതിന് ശേഷം ഏതനീഷിനെ ഫ്രാങ്കിലിനെ ഇവിടെ വന്ന് ഞാൻ വന്നിട്ടാണ്. ഞാൻ എന്നെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞ എടുക്കുന്നുണ്ടല്ലോ, സംസാരിക്കണല്ലോ. 5 പേര് വന്നിട്ടുണ്ട്. നീ ഇത്ര ആളെ കൂട്ടിയിട്ടല്ലേ നിനക്ക് ആളായത്? അല്ലേ, നിനക്ക് ഇത്ര ആളെ കൂട്ടിയിട്ടല്ലേ ആളായത്? വീടുകളിൽ കയറിയാൽ കാൽ വെട്ടുമെന്ന് പാസ്റ്ററെ ഭീഷണിപ്പെടുത്തി ബജ്രംഗ് ദൾ പ്രവർത്തകർ. പാസ്റ്ററുടെ വാഹനം തടഞ്ഞ് ബത്തേരി ടൗണിൽ വെച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഏപ്രിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. എന്തെങ്കിലും നടക്കുന്നുണ്ടോ അവിടെ? ഉണ്ടോ ഇല്ലോ അത് പറ ചേട്ടൻ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറഞ്ഞാൽ മതി. ഇല്ല ഇല്ല. അവിടെ ഈ ആക്ഷൻസ് ഒന്ന് ഏത് ദൈവത്തിന്റെ പേരിൽ നടത്തുന്നത്? യേശുവിന്റെ പേരിൽ. എന്തുകൊണ്ട് ചേട്ടൻ ഹിന്ദു വീടുകളിൽ കയറി? കാലുവിട്ട് അടിയല്ല, അടിയോട് കാര്യമില്ല. അടിച്ചിട്ടുള്ള കാര്യം നമ്മൾ ചോദിച്ചോളൂ. ഇതാ ഗെയിംസ് ആൻഡ് കിസ്. ഛത്തീസ്ഗഡിൽ മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ എന്നതിന്റെ തെളിവായി മാറുകയാണ് ഈ ഒരു ദൃശ്യം. അതായത് ഈ ദൃശ്യം വലിയ രീതിയിൽ നവമാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെട്ടിരുന്നു. ഏപ്രിൽ മാസത്തിലുണ്ടായ സംഭവം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകും. യുവമാർക്കിന്റെ പേരായിരുന്നു വിഷയം, റോം തോമസ്. അതോടൊപ്പം തന്നെ വെല്ലനാട്ടിൽ നിന്ന് വന്ന് ബിസിനസ് ചെയ്യുന്നവനാണ്, ഒറ്റക്കാണ് എന്നുള്ളതിന്റെ ധൈര്യം അതെണ്ണമെടുക്ക് കാണിക്കാൻ ഇറങ്ങിയതാണ് അവന്മാർ. ഇതുപോലുള്ള നാറികളെ നിലക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതിങ്ങനെയാണ് പോകുന്നുണ്ടെങ്കിൽ വയനാട് ബത്തേരി വർഗീയതയുടെ വെള്ളാനിലമാകും. അതിനകത്ത് ഒരു സംശയം വേണ്ട.